ഹായ്, എൻ്റെ പേര് മഹേശ്വർ. ഞാനൊരു കൊല്ലംകാരനാണ്. +2 കഴിഞ്ഞ് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകണമെന്ന്. അങ്ങനെ +2 പഠിക്കുന്ന സമയത്തും +2 പഠിച്ചിറങ്ങിയതിന് ശേഷവും നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാമുകൾ എഴുതുകയുണ്ടായി. അങ്ങനെ ആദ്യത്തെ ഒരു 6 മാസം ഒരു 3-4 പരീക്ഷ എഴുതിയിട്ടും ഒന്നും പാസ്സായില്ല. അങ്ങനെ ഒരു വർഷം വേസ്റ്റായി പോകുമല്ലോ എന്നുള്ള വീട്ടുകാരുടെ പേടി കാരണം നേരെ പോയി ഇവിടെ നാട്ടിൽ തന്നെ ഒരു കോഴ്സിന് ചേർന്നു. കോഴ്സിൻ്റെ 2ാം വർഷം ഞാൻ വീണ്ടും ഉള്ള എക്സാംസിന് വീണ്ടും അപ്പിയർ ചെയ്ത് തുടങ്ങി, പഠിച്ചു തുടങ്ങി. എന്നാലും ഒന്നും ക്രാക്ക് ആവുന്നില്ലായിരുന്നു. അങ്ങനെയാണ് അച്ഛൻ്റെ ഒരു സുഹൃത്ത് വഴി ജയഷൻ സാറിൻ്റെ ക്ലാസ്സിനെ കുറിച്ച് അറിഞ്ഞതും സാറ് ഇവിടെ വരാൻ പറഞ്ഞതും ICDയിൽ വരാൻ പറഞ്ഞതും. ICDയിൽ വന്നു. അന്ന് ഞാൻ നോക്കി വെച്ചിരുന്നത് ക്ലാറ്റ്, കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാമും അതിൻ്റെ കൂടെ അതുപോലെ അതിന് അതേ ഫോർമാറ്റുള്ള മറ്റ് ചില എൻട്രൻസ് എക്സാമുകളുമായിരുന്നു നോട്ടൗട്ട് വെച്ചിരുന്നത്. 2018-19 കാലയളവിൽ കുറേ മാസങ്ങൾ വന്ന് ICDയിൽ വന്ന് ഞാൻ പഠിക്കുകയും അത് കഴിഞ്ഞ് 2019 ക്ലാറ്റ് എക്സാമിന് 2020 ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ ടെസ്റ്റും ഞാൻ പാസ്സായി. ഇംഗ്ലീഷിനോടായിരുന്നു താല്പര്യം എന്നുള്ളതുകൊണ്ട് ഞാൻ അവിടെ അഡ്മിഷൻ എടുത്തു. 2 വർഷം കൊണ്ട് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജ് യൂണിവേഴ്സിറ്റിയിൽ പോയതിന് ശേഷം കണ്ട പലതരം ആൾക്കാരുകൾ, അവരെ പരിചയപ്പെട്ട സന്ദർഭങ്ങൾ, കിട്ടിയ ഓപ്പർച്യൂണിറ്റീസ്, അതിൻ്റെ എല്ലാം ഒരു വ്യാപ്തി പറഞ്ഞ് മനസ്സിലാക്കാൻ പാടുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതം തന്നെ അതിൽ മാറിപ്പോയി. ഒരു എന്താ പറയുക, നാട്ടിലിരുന്ന് ഒരു കൊച്ചു ഗവൺമെൻറ് ജോലി അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ചെറിയൊരു ഒതുക്കപ്പെട്ട ഒരു ജീവിതത്തിലോട്ട് നോക്കിയിരുന്ന എൻ്റെ ഒരു കാഴ്ച തന്നെ മാറിപ്പോയി. പുറത്തു പോയി ഒരുപാട് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുള്ള മനുഷ്യരെയും അവരുടെ ജീവിതങ്ങൾ അവരുടെ അതാത് ഫീൽഡുകളിൽ ഏറ്റവും മികച്ചവരാവണമെന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ പരിചയപ്പെട്ടപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു നാഷണൽ ലെവൽ NGOയിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. 2700ഓളം കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് പഠനം നൽകുന്ന ഒരു NGOയിൽ അതിൽ ഒരു മാനേജറായിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ സ്കോപ്പ് തന്നെ ഒരുപാട് മാറ്റിയത് ആ ഒരു തീരുമാനത്തിലായിരുന്നു. ആദ്യത്തെ കുറേ എൻട്രൻസ് എക്സാമുകൾ എഴുതിയപ്പോൾ കണക്കും ഇംഗ്ലീഷും എല്ലാം GA അങ്ങനത്തെ കുറേ സെക്ഷൻസ് എഴുതുമ്പോൾ ഉത്തരങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഏകദേശം എളുപ്പമാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ എപ്പോഴും ഒരിത്തിരി മാർക്കിനായിരിക്കും കട്ട് ഓഫിൽ നിന്നും താഴെയാവുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഉറപ്പായിരുന്നു ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, എൻട്രൻസ് എക്സാം എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല എന്നുള്ള ഉറപ്പായിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ICDയിൽ വന്നതും ICDയിൽ വന്ന് ഇവിടുത്തെ സാറുമാരുടെ ട്രെയിനിങ് കിട്ടിയതും. അവിടെ നിന്ന് വളരെ ക്ലിയർ ആയിരുന്നു 2 കാര്യങ്ങളാണ്. ഒന്ന്, മാക്സിമം ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഉത്തരം പറയുക, അതും സമയബന്ധിതമായി പറയുക, ടൈം എഫിഷ്യൻ്റായിട്ട് പറയുക. നമുക്ക് തരുന്ന 60 മിനിറ്റ് 90 മിനിറ്റിനുള്ളിൽ അത് ചെയ്യുക എന്നുള്ളതായിരുന്നു കഴിവ്. അതിന് വേണ്ടത് ഒരുപാട് പ്രാക്ടീസ് ആയിരുന്നു. ആ പ്രാക്ടീസിനോടുകൂടി ഒരുപാട് ഡിസിപ്ലിൻ ആയിരുന്നു. ഇതിനെല്ലാത്തിനും ഉപരി കറക്റ്റായിട്ട് കോൺഫിഡൻ്റായിട്ട് ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ തെറ്റുത്തരങ്ങൾ മാറ്റിയെടുക്കുക. അങ്ങനെ നമുക്കൊരു എക്സാംസ് ഹാളിൽ വേണ്ട കുറേ സ്കിൽസ് ഉണ്ടായിരുന്നു. അത് നല്ല റിപ്പീറ്റ് ചെയ്ത് നല്ല പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രമേ, കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രക്ഷനിൽ പ്രാക്ടീസ് ചെയ്തെടുത്താൽ മാത്രം കിട്ടുന്ന കുറച്ച് സ്കിൽസ് ആയിരുന്നു. അത് ഭാഗ്യവശാൽ ഇവിടെ വന്ന് എനിക്കത് കിട്ടി. അത് കാരണം അതിന് ശേഷം എഴുതിയ 2 എക്സാമും ഞാൻ പാസ്സായി. എൻ്റെ ജീവിതം പിന്നെ മാറി മറിഞ്ഞു. എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ എത്താനുള്ള ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴുണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനും അവിടെ ആ ഓപ്പർച്യൂണിറ്റീസിലേക്ക് എത്തിപ്പെടാനുമുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ ഒരുപാട് വന്നിട്ടുണ്ട്. ലിമിറ്റ് ചെയ്യപ്പെടാതിരിക്കുക, നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക. ഒരുപാട് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്, അതേപോലെ അതിന് ശേഷമുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. അതിലുപരി അവിടെ ചെന്നാൽ നമുക്ക് നമ്മുടെ പ്രൊഫഷണലിയും ആക്കഡമിക്കലിയും കിട്ടുന്ന ഒരു വില, അല്ലെങ്കിൽ ആ ഒരു വില വർധനവ്, നമുക്ക് സ്വയം വരുന്നൊരു വില വർധനവ്, അതിന് നമുക്ക് ഒരു വളരെ അമൂല്യമാണ് എന്ന് മാത്രമേ പറയാൻ പറ്റൂ. ജീവിതം തന്നെ മാറിക്കും അതിൽ നിന്ന്. ഇത് ഇങ്ങനത്തെ പരീക്ഷകൾ എഴുതാൻ പോകുന്ന എൻ്റെ സുഹൃത്തുക്കളോടൊന്ന് മാത്രമേ പറയാനുള്ളൂ. ശ്രമിക്കുക. നിങ്ങൾക്ക് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് ഷാർപ്പൺ ചെയ്തെടുക്കാം.
എൻട്രൻസ് എക്സാം, ഇങ്ങനത്തെ എൻട്രൻസ് എക്സാമുകൾ വെറും ഒരു കടമ്പ മാത്രമാണ്. കറക്റ്റായിട്ടുള്ള ശ്രമങ്ങളിൽ നിന്നും നമുക്ക് തരണം ചെയ്യാൻ പറ്റുന്ന ഒരു കടമ്പ മാത്രം. ഓൾ ദി ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് വിഷസ്.